ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ഒരു സംഭവം ഞാൻ അതുപോലെ ഇങ്ങനെ നോട്ടൊക്കെ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ടൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈ നോട്ടുകളെന്ന് പറഞ്ഞാൽ വളരെ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ വെച്ച് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അലൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വളരെ പക്കയായിരിക്കും. പക്ഷേ ഇവിടെ ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് സംഗതി കണ്ടു. അതായത് നോക്കൂ, ഈ ഒരു വൈറ്റ് സ്പേസ് അതവിടെ ആൾമോസ്റ്റ് എല്ലാം ഒരേപോലെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ അതിങ്ങനെ കുറച്ച് നോട്ടുകൾ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ 500 നോട്ട് വരുന്ന സമയത്ത് ഞാനവിടെ ഒരു ഡിഫറൻസ് കണ്ടു. ആ മുകളിലത്തെ വൈറ്റ് സ്പേസ് ഉണ്ടോ, അത് ആ നോട്ടിൽ തീരെയില്ല. ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഉണ്ട്, പക്ഷേ ആദ്യത്തെ നോട്ടുമായിട്ട് ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. ഈ 3 നോട്ടുകളിലും ആദ്യത്തെ 2 ഒന്നിലും 3 വലിയ വ്യത്യാസങ്ങൾ കാണുന്നില്ല. പക്ഷേ ആ നടുക്കിരിക്കുന്ന നോട്ടിൽ ആ വൈറ്റ് സ്പേസ് തീരെയില്ല. എനിക്കിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായി. ഈശ്വര, ഇന്ന് വല്ല കളനോട്ടും വല്ലതാണോ എന്നൊക്കെ തോന്നി. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല, ഇങ്ങനൊരു മാറ്റം. ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മൾ പല ദിവസവും എല്ലാ ദിവസവും ഈ 500 നോട്ടുകൾ പലതായിട്ട് നമ്മുടെ കയ്യിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടേ ഇല്ല. ഇത് ആരോ കൊണ്ട് തന്നതാണ്, ഒരു കുറേ ഉപയോഗിച്ച നോട്ടുമാണ്, അത്ര പുതിയ നോട്ടുമല്ല. പക്ഷേ ഇതിങ്ങനെ നോക്കുമ്പോൾ അതിനകത്തൊരു വ്യത്യാസം. ബാക്കിയുള്ള നോട്ടുകളിൽ എന്നാൽ അങ്ങനെ വലിയ വ്യത്യാസം കാണുന്നില്ല. എന്തായാലും ഇതൊന്ന് ബാങ്കിൽ കൊണ്ടിട്ട് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇനി വല്ല കള്ളനോട്ടോ പ്രശ്നങ്ങളോ വല്ല ആണെങ്കിൽ നമുക്കത് അറിയണമല്ലോ. അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യമാണ്. അതായത് നമുക്ക് ബാങ്കിലൊന്നുകൊണ്ട് ഇട്ട് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ CDMലെത്തി. ഇനി ഒന്ന് ഇട്ട് നോക്കാം, എന്താണ് സംഭവിക്കാൻ നോക്കാം. നമ്മുടെ പ്രശ്നക്കാരൻ നോട്ടിന് ഞാൻ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സമാധാനമായി. അത് എന്തായാലും ഫേക്ക് നോട്ടല്ല. അപ്പോൾ അത് ഇവരുടെ അലൈൻമെൻറ്റിൽ വന്ന എന്തോ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കിപ്പോഴും അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ്, ഇത്രയും ക്വാളിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ പാസ്സായി വരുന്ന ഒരു നോട്ട് അതിങ്ങനെ ഒരു അലൈൻമെൻറ്റ് ഇഷ്യൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് അതിനകത്ത്. ഞാൻ തിരിച്ചു മറിച്ചൊക്കെ എനിക്കാവുന്ന രീതിയിലൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇതിലും ഭീകരമായ അലൈൻമെൻറ്റ് ഇഷ്യൂസൊക്കെയുള്ള നോട്ടുകൾ നമ്മുടെ ഇടയിലുണ്ടോ? അതിനെക്കുറിച്ചൊരു അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ. താങ്ക് യു.